നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗ് 2 അൽ നസർ FC ഗോവയെ തകർത്തങ്ങ് തരിപ്പണമാക്കി. ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയമാണ് അൽ നസർ നേടിയിരിക്കുന്നത്. കളിച്ച 4 കളികളും വിജയിച്ച് അൽ നസർ മുന്നോട്ട് കുതിക്കുമ്പോൾ കളിച്ച 4 കളികളും പൊട്ടി നിൽക്കുകയാണ് FC ഗോവ. മത്സരത്തിൽ അൽ നസറിനായിട്ട് ഖരീബ് ഇരട്ട ഗോളുകൾ നേടുമ്പോൾ മറൻ ഒരു ഗോള് നേടി. ജാവോ ഫെലിക്സിൻ്റെ വകയായിരുന്നു ശേഷിക്കുന്ന ഗോള്. കളിയിലെ സൂപ്പർ താരങ്ങളെ ഒന്നും ആദ്യ 11-ൽ ഇറക്കാതെയാണ് അൽ നസർ ഇറങ്ങിയത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാനയും അതുപോലെ ജാവോ ഫെലിക്സും ബ്രസോവിച്ചും ഒക്കെ അവരുടെ ബെഞ്ചിലാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാറൂൺ കമാഴയും അബ്ദുറഹ്മാൻ ഗരീബും അൽ നസറും വെസ്ലിയും ഒക്കെയാണ് ആദ്യ 11-ൽ ഉണ്ടായിരുന്നത്. ഏതായാലും മത്സരത്തിൽ അൽ നസറിൻ്റെ ആധിപത്യം തന്നെയായിരുന്നു. 35-ാമത്തെ മിനിറ്റിൽ അബ്ദുറഹ്മാൻ ഗരീബ് അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തി. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽ നസർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 53-ാമത്തെ മിനിറ്റിലാണ് അബ്ദുറഹ്മാൻ ഗരീബിൻ്റെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി അവർ മത്സരം ഉറപ്പിച്ചതായിരുന്നു. പിന്നീട് 65-ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് മാറൻ്റെ ഗോൾ കൂടി പിറന്നപ്പോൾ 3-0 എന്ന രൂപത്തിലേക്ക് കളി മാറി. ഏതായാലും മത്സരം പുരോഗമിക്കവേ ഹാറൂൺ കമാഴയ്ക്ക് പകരം സാദിയോ മാനയെ കൊണ്ടുവന്നു. മുഹമ്മദ് മാറിന് പകരം ജാവോ ഫെലിക്സിനെ ഇറക്കി. അൽ നജ്ദിക്ക് പകരം മാർസലോ ബ്രസോവിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ അവരുടെ സൂപ്പർ താരങ്ങൾ കുറച്ച് പേര് അവസാന ഘട്ടത്തിൽ കളിക്കാൻ വന്നു. ഒടുവിൽ സാദിയോ മാനയുടെ അസിസ്റ്റിൽ നിന്ന് ജാവോ ഫെലിക്സിൻ്റെ ആ ഒരു ഗോളും പിറന്നു. അങ്ങനെ 4-0 അനായാസ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് ഡിയിൽ കളിച്ച 4 കളിയും ജയിച്ചു 12 പോയിൻ്റോടെ അൽ നസർ ഒന്നാമത്. ഈ ഗ്രൂപ്പിൽ 4 കളികളിൽ നിന്ന് 6 പോയിൻ്റ് ഉണ്ട് അൽ സവാറക്കും അതുപോലെ ഇസ്തിക്ലാലിനും. അതേസമയം FC ഗോവക്ക് മാത്രമാണ് ഒരു കളി പോലും വിജയിക്കാൻ കഴിയാതെ 0 പോയിൻ്റോടെ നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.